everyone. Today we are going to learn 9th standard ഹിസ്റ്ററിയിലെ അതായത് പാർട്ട് 2 ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ചാപ്റ്റർ 1 ആയ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഏതുവരെയാണ് പഠിച്ചു നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്നലെ നമ്മൾ പഠിച്ചത് ഏതാണ്? ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടറും സംഘടിത മേഖലയും അസംഘടിത മേഖല അതിനെയൊക്കെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ് സംഘടിത മേഖല അല്ലെങ്കിൽ എന്താണ് അസംഘടിത മേഖല എന്ന് ചോദിച്ചാൽ എന്താണ്? അതായത് രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിൽ മേഖലയാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. അസംഘടിത മേഖല എന്ന് പറയുമ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത തൊഴിൽ മേഖലയാണ് അസംഘടിത തൊഴിൽ മേഖല എന്നും അറിയപ്പെടുന്നത്. അപ്പൊ അസംഘടിത മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങൾ, അതുപോലെ ദീർഘമായ തൊഴിൽ സമയം, കുറഞ്ഞ വേതനം തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇത്തരം തൊഴിലാളികളെ മികച്ച മാനവ വിഭവമാക്കി മാറ്റിയെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. കൂടാതെ ദേശീയ വരുമാനത്തിലേക്കുള്ള ഇവരുടെ സംഭാവന താരതമ്യേന കുറയുന്നതിനും സാമൂഹിക സാമ്പത്തിക അസമത്വം രൂപപ്പെടുന്നതിനും കാരണമാകുന്നു. അതുപോലെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ സംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ അപേക്ഷിച്ച് വിവിധ തരം പിന്നോക്ക അവസ്ഥ, അവസരങ്ങളുടെ അഭാവം തുടങ്ങിയ പലതര പ്രശ്നങ്ങളും അഭിമുഖീകരിച്ച് വരുന്നുണ്ട്. ഇത് വിവിധ തരത്തിലുള്ള അസമത്വത്തിലേക്കൊക്കെ നയിക്കുന്നു. ഇവ ലഘൂകരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി നിയമങ്ങൾ നടപ്പിലാക്കി വരുന്നു. അവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ അസംഘടിത മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അതായത് സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങളുണ്ട്, ദീർഘമായ തൊഴിൽ സമയം, ഒരുപാട് സമയം അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് കുറഞ്ഞ വേതനത്തിൽ ചുരുക്കി വിടുക, അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ അസംഘടിത മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലഘൂകരിക്കുന്നതിനായി നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടിയിട്ട് പുതിയ നിയമങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008, അതായത് ദ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008, അതായത് അസംഘടിത തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം, പ്രസവാനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിവിധ സാമൂഹിക സുരക്ഷ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ നിയമം അധികാരം നൽകുന്നു. അപ്പോൾ ഇതില് ഈ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം പ്രമാണിച്ച് എന്താണ് അതിൽ പറയുന്നത്? അതായത് ഈ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ളതും, അതുപോലെ പ്രസവാനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണത്തിനുള്ളത്, വിദ്യാഭ്യാസത്തിനുള്ളത്, പാർപ്പിടത്തിനുള്ളത്, ഇതുപോലെ തന്നെ വിവിധ സാമൂഹിക സുരക്ഷ ആനുകൂല്യങ്ങളൊക്കെ ഇവർക്ക് ഉറപ്പുവരുത്തുന്നതിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പദ്ധതികൾ രൂപീകരിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് സാമൂഹിക സുരക്ഷാ കോഡ് 2020 എന്ന് പറയുന്നത് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020. അതായത് സാമൂഹിക സുരക്ഷാ കോഡ് എന്ന് പറയുന്ന ഒരു പദ്ധതിയും ഇവർ അസംഘടിത മേഖലയിലുള്ളവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 2020 രൂപീകരിച്ച നിയമത്തെ ആണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പ് വരുത്തിക്കൊണ്ട് 2020 രൂപീകരിച്ച നിയമത്തെയാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ദ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020 എന്താണ് പറയുന്നത്? സാമൂഹിക സുരക്ഷാ കോഡ് 2020 പറയുന്നത് എന്താണ്? സാമൂഹിക സുരക്ഷിതത്വത്തിന്, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് രൂപം കൊണ്ടതാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 എന്ന് ഓർത്തു വയ്ക്കുക.
ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർ, വീട്ടുജോലിക്കാർ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തുടങ്ങിയവരെല്ലാം ഈ നിയമത്തിന്റെ ആനുകൂല്യത്തിന് അർഹരാണ്. അപ്പോൾ ഈ ഒരു സാമൂഹിക സുരക്ഷാ കോഡ് 2020 പ്രമാണിച്ച് ഇതിൽ ആർക്കൊക്കെയാണ് ഇളവുള്ളത്? അതായത് സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക്, വീട്ടുജോലിക്കാർക്ക്, ദിവസവേതനക്കാർക്ക്, അതിഥി തൊഴിലാളികൾക്ക്, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്കൊക്കെയാണ് ഈ ഒരു ആനുകൂല്യം കിട്ടുക. പിന്നെ അത് കൂടാതെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ, അപകട ഇൻഷുറൻസ്, പ്രസവാനുകൂല്യങ്ങൾ, സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം എന്നിവ ഈ നിയമത്തിന്റെ പരിധിയിൽ. ഇത് കൂടാതെ ഇതിനെല്ലാം ഈ ഒരു നിയമം ഉപയോഗിക്കുന്നു എന്നും ഓർത്തുവെക്കുക. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇത്തരം നിയമങ്ങൾക്ക് പുറമെ എന്താണ്? തൊഴിലാളികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക, അവർക്ക് വായ്പകൾ ലഭ്യമാക്കുക, തൊഴിൽ നിയമങ്ങൾ കൂടുതൽ അയവുള്ളതാക്കുക തുടങ്ങിയ മറ്റു നടപടിക്രമങ്ങളും അസംഘടിത മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ നടപ്പിലാക്കി വരുന്നുവെന്നും ഓർത്തുവെക്കുക. അപ്പോൾ നമ്മൾ മുകളിൽ പറയുകയുണ്ടായി എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന്. അപ്പോൾ അതിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തിയെയാണ്. അപ്പൊ എന്താണ്? അതായത് പാരമ്പര്യമായിട്ട് ഉള്ള തൊഴിലുടമ, ഒരു പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനത്തിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറയുന്നത്. അതായത് ഇവരുടെ പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുമ്പോൾ എന്താണ്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു. പിന്നെ അടുത്തുള്ളത് താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് ലഭിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ താല്പര്യമുള്ള മേഖലകളിലൊക്കെ ഇവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനുള്ള പരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സവിശേഷത അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഇന്ന് സമ്പദ്ഘടനയുടെ ഒരു പ്രധാന വിഭാഗമായി മാറിയിരിക്കുന്നു. ഒന്ന് ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യ വിതരണ തൊഴിലാളികൾ, ഡ്രൈവർമാർ തുടങ്ങിയവർ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണമാണ്. ചിലപ്പോൾ ഈ ഉദാഹരണം തന്നിട്ട് ചോദിക്കും ഇത് ഏത് തരം തൊഴിലാളികൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണമാണെന്ന് ഓർത്തു വെക്കുക. അപ്പോ അടുത്ത് നമ്മൾ നോക്കുന്നത് അതായത് ഒരു രാജ്യത്തിന്റെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ വളർച്ച ആ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലായി അല്ലേ? അപ്പോൾ അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ പ്രാഥമിക മേഖലയെ ആശ്രയിച്ചിട്ടുണ്ട്, അതുപോലെ ദ്വിതീയ മേഖലയെ ആശ്രയിച്ചിട്ടുണ്ട്, കൂടുതലായിട്ട് തൃതീയ മേഖലയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ മനസ്സിലായി അല്ലേ? അപ്പോൾ സാമ്പത്തിക പുരോഗതിയെ നിർണ്ണയിക്കുന്ന ദേശീയ വരുമാനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്, ദേശീയ വരുമാനത്തിന്റെ വളർച്ച എപ്പോഴും പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ആശ്രയത്വത്തിൽ അധിഷ്ഠിതമാണ് എന്ന് ഓർത്തുവെക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റർ നല്ലപോലെ നിങ്ങൾ വായിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ചാപ്റ്റർ തുടങ്ങി വെക്കും. ഓക്കെ. കുറച്ച് സമയം നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. അതായത് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വിലയും വിപണി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ. അപ്പൊ എന്താണ് വിലയും വിപണി എന്ന് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് നമുക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന സാധനങ്ങളുണ്ട്, അതുപോലെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അല്ലെ? അപ്പോൾ മനുഷ്യന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളാണ് ഏതൊക്കെ? നമ്മുടെ ഈ വായു, ആഹാരം, ജലം, വസ്ത്രം, പാർപ്പിടം, ഇതെല്ലാം ഒഴിച്ചുകൂടാനാവാത്ത സാധനങ്ങളാണ് അല്ലെ? അതിനാൽ ഇവയെല്ലാം അടിസ്ഥാന ആവശ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊന്നുമില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാനേ പറ്റില്ല. അപ്പോൾ മനുഷ്യർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ വായു, ആഹാരം, ജലം, പാർപ്പിടം, വസ്ത്രം, ഇത് ബേസിക് നീഡ്സിൽ വരും, അഥവാ പ്രാഥമിക ആവശ്യങ്ങൾ. ഓക്കെ. ഇത് കൂടാതെ നമ്മുടെ സന്തോഷകരമായ ജീവിതത്തെ സഹായിക്കുന്ന മറ്റു ചില ആവശ്യ ഘടകങ്ങൾ കൂടിയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവോ? അതായത്
പൊതുവേ ആഗ്രഹങ്ങളായി കണക്കാക്കപ്പെടുന്നു. എന്താണ് ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മറ്റു വ്യക്തികളിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തമായിരിക്കും അല്ലെ? സാധ്യമായ സാമ്പത്തിക വിഭവങ്ങളെ ആശ്രയിച്ചു മാത്രമേ അത്തരം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഒരു വ്യക്തിക്ക് കഴിയുകയുള്ളൂ. അതായത് സന്തോഷകരമായ ജീവിതത്തെ ജീവിത അഭിലാഷങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്ന അങ്ങനെയുള്ള ഘടകങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതാണ് ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ വാഹനം, ചിലപ്പോൾ വീട്, അല്ലെങ്കിൽ ചിലർക്ക് ഒരു എന്തായിരിക്കും ഒരു ബുള്ളറ്റ് വാങ്ങാനായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം. ചില കോസ്റ്റ്യൂംസ് ആയിരിക്കും അല്ലെ? അപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിൽ കൂടുതലും കോസ്റ്റ്യൂംസ്, മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ അതൊക്കെയാണ് ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന മറ്റു ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ആധുനിക മനുഷ്യന് ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, വിനോദം തുടങ്ങിയ അനേകം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. പണ്ട് മുതലേ ഇതുണ്ട് അല്ലെ? അപ്പോൾ ഇതൊക്കെ ഈ സാധനങ്ങൾ, സേവനങ്ങൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സാധനങ്ങൾ, സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദകരാണ്. അതായത് ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യമുള്ള ഒരു വസ്തുവാണ്, നമുക്കറിയാം എന്താണ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. പലവിധ സാധന സാമഗ്രികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നോട്ട്ബുക്കിന്റെ നിർമ്മാണ പ്രക്രിയ പൂർത്തിയാക്കുന്നത് അല്ലെ? അപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അതായത് നോട്ട്ബുക്ക് നിർമ്മാണത്തിന് എന്തോന്നൊക്കെ ആവശ്യമാണ്? നമുക്കറിയാം മുള വേണം അല്ലെ? പേപ്പർ, പിന്നെ കുറച്ച് വേസ്റ്റ് പേപ്പറൊക്കെ, അസംസ്കൃത വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പേപ്പർ ഉണ്ടാക്കുന്നത്. പിന്നെ അത് വ്യവസായ മേഖലയിൽ കൊണ്ടുവന്ന് അവിടെ ഒരുപാട് ലേബേഴ്സ് ഉണ്ട്. അവരൊക്കെയാണ് അത് മെഷീനിൽ പൾപ്പൊക്കെ ആക്കിയിട്ട് പിന്നെയാണ് ആ ഒരു ഉൽപ്പന്നമായി മാറുന്നത് അല്ലെ? അപ്പോൾ നോട്ട്ബുക്ക് നിർമ്മാണത്തിന് നമുക്കറിയാം മുള, മരത്തിന്റെ പൾപ്പ്, അതുപോലെ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളോടൊപ്പം യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇന്ധനം, കെട്ടിടങ്ങൾ, ഭൂമി, അധ്വാനം എന്നിവയും നാം ഉപയോഗപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ഉത്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളെയാണ് ഇൻപുട്ട് അല്ലെങ്കിൽ നിവേശങ്ങൾ എന്നും, ഈ നിവേശങ്ങളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്തുക്കളെ ആണ് ഉൽപ്പന്നങ്ങൾ അഥവാ ഔട്ട്പുട്ട് എന്നും വിളിക്കുന്നത്. അപ്പൊ നിവേശങ്ങൾ എന്താണ്? അതിന് ഉപയോഗിക്കുന്ന ഘടകങ്ങളെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത് അഥവാ നിവേശങ്ങൾ എന്ന് പറയുന്നത്. അത് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഉൽപ്പന്നങ്ങളെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ നിവേശങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയെ ആണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്? അതായത് ഈ ഉപയോഗിക്കുന്ന ഘടകങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയുന്നത്. ഉൽപാദന പ്രക്രിയയിലൂടെയാണ് നാം ഉപയോഗിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാകുന്നത് അല്ലെ? അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ കെട്ടിടങ്ങളാണെങ്കിലും ഭൂമിയാണെങ്കിലും യന്ത്രങ്ങളാണെങ്കിലും ഇതെല്ലാം എന്താണ്? ഇതിനുപയോഗിക്കുന്ന നിവേശങ്ങളാണ്, ഘടകങ്ങളാണ് അല്ലെ? അപ്പോ ഇതെല്ലാം ഘടകങ്ങളായിട്ടാണ്, നിവേശങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. സംഘാടനം ഇതും നിവേശങ്ങളാണ്. ഓക്കെ. അപ്പൊ എന്താണ് ഉൽപാദനം എന്ന് നമ്മൾ പഠിച്ചു. അടുത്ത് എന്താണ് ഉൽപാദന ധർമ്മം അഥവാ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? അതായത് ഉൽപ്പന്നങ്ങളുടെ ആവശ്യം കൂടുതലാണെങ്കിൽ അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടതായി വരും അല്ലെ? അതായത് ഉൽപ്പന്നങ്ങളുടെ ആവശ്യം, നമ്മളിപ്പോൾ ഒരു വിപണിയിൽ ഒരു ക്രീം തന്നെ ഇറക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൂടുതലും ക്രീമാണല്ലോ, അല്ലെങ്കിൽ സിറം, ഇതൊക്കെയാണ് ഒരുപാട് വിപണിയിൽ വിറ്റഴിയുന്നത് അല്ലെ? അപ്പോൾ അങ്ങനെ ഒരു ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന്റെ ഉൽപാദകർക്ക് എന്തെല്ലാം, അത് സ്വീകരിക്കാൻ വിവിധ മാർഗങ്ങൾ എന്തെല്ലാം ആയിരിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത്. അതായത് ഈ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അളവ്, അതായത് നിവേശങ്ങൾ അഥവാ ഇൻപുട്ടിന്റെ അളവ് വർദ്ധിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് മികച്ച സാങ്കേതിക വിദ്യയ്ക്ക് ഉപയോഗപ്പെടുത്താം. ഉൽപാദക ഘടകങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാം. ഇത്തരത്തിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഉൽപ്പന്നത്തിന്റെ അളവ് അഥവാ അത് ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തിയ നിവേശങ്ങളുടെ അളവിനെയും അവയുടെ ഉൽപാദനക്ഷമതയെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഉൽപ്പന്നത്തിന്റെ അളവെന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്നതിനായി, അതായത് ആ ഒരു സാധനം, പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തിയ ഘടകങ്ങൾ, അതായത് ഇൻപുട്ട്, നിവേശങ്ങളുടെ അളവിനെയും അവയുടെ ഉൽപാദനക്ഷമതയെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്.
ഓക്കെ. അപ്പോൾ എന്താണ് ഉൽപാദന ധർമ്മം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിച്ചിട്ടുള്ള നിവേശങ്ങളും നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള സാങ്കേതിക ബന്ധത്തെയാണ് ഉൽപാദന ധർമ്മം എന്ന് പറയുന്നത്. എന്താണ് ഉൽപാദന ധർമ്മം? ഒരു നിശ്ചിത കാലയളവിൽ ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിച്ചിട്ടുള്ള നിവേശങ്ങളും നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള സാങ്കേതിക ബന്ധത്തെ ആണ് ഉൽപാദന ധർമ്മം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് ഉൽപാദന ധർമ്മം? അത് വായിച്ചു വെക്കും.